ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക സഭ സെപ്റ്റംബർ 21 വിശുദ്ധ മത്തായി ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുന്നു. 1-ാം നൂറ്റാണ്ടിലെ ചുങ്കപ്പിരിവുകാരനും പിന്നീട് അപ്പസ്തോലനുമായി തീർന്ന വിശുദ്ധ മത്തായി തൻ്റെ ജീവിതം യേശുവിൻ്റെ ശുശ്രൂഷ പ്രഘോഷണത്തിനും പ്രേക്ഷിത ദൗത്യത്തിനുമായി ചെലവഴിച്ചു. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് ഗലീലി റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. റോമൻ അധികാരികളുടെ പ്രതീക്ഷകളിൽ ഒന്നായിരുന്നു അവരുടെ ഭരണത്തിന് കീഴിൽ ജീവിച്ചിരിക്കുന്നവരെല്ലാം നികുതി അടയ്ക്കണമെന്നത്. ഇത് നിറവേറ്റുന്നതിന് അവർ പലപ്പോഴും പ്രാദേശിക ജൂതന്മാരുമായി സഹകരിച്ചു. റോമൻ ചക്രവർത്തിക്കും പ്രാദേശിക ഗവർണർക്കും വേണ്ടി നികുതി പിരിക്കുവാൻ അവരെ അധികാരപ്പെടുത്തി. റോമൻ അധികാരികളുമായി അടിച്ചമർത്തുന്ന സഹകരണത്തിൽ ഏർപ്പെട്ടതിന് തങ്ങളുടെ ജനങ്ങളോട് രാജ്യദ്രോഹികളായി കണക്കാക്കപ്പെട്ടതിനാൽ ബാക്കിയുള്ള സമൂഹം പ്രാദേശിക നികുതി പിരിവുകാരെ പലപ്പോഴും പുച്ഛിച്ചു. നികുതി പിരിവുകാരുടെ കുടുംബങ്ങൾ പോലും തഴയപ്പെട്ടു. ഉദാഹരണത്തിന്, അവരുടെ കുട്ടികൾ പലപ്പോഴും സാധ്യതയുള്ള ഇണകളെപ്പോലെ അനുയോജ്യരല്ല. കൂടാതെ പല നികുതി പിരിവുകാരും അഴിമതിക്കാരായിരുന്നു. നിയമപരമായ അവകാശത്തേക്കാൾ കൂടുതൽ നികുതികൾ ജനങ്ങളുടെ മേൽ ചുമത്തി. റോമൻ അധികാരികൾ സാധാരണയായി ഈ ദുരുപയോഗം അവഗണിച്ചു. കാരണം അവർക്ക് പലപ്പോഴും അധികമായതിൻ്റെ ഒരു ഭാഗം ലഭിച്ചു. ബാക്കിയുള്ളത് ചുങ്കക്കാർ പോക്കറ്റിലാക്കി. ഈ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ വിശുദ്ധനായ വിശുദ്ധ മത്തായി അപ്പസ്തോലനും സുവിശേഷകനും ഉദയം ചെയ്തത്. വിശുദ്ധ മത്തായി മിക്കവാറും അൽഫേയുസിൻ്റെ മകനായി ലേവിയായി ജനിച്ചു. അവൻ്റെ ബാല്യത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും ലേവി റോമൻ അധികാരികളുടെ നികുതി പിരിവുകാരനായി. ലേവി എന്ന പേര് സൂചിപ്പിക്കുന്നത് അവൻ യഹൂദ ആരാധനക്രമത്തിന് ഉത്തരവാദികളായ ലേവി ഗോത്രത്തിൽ നിന്നുള്ളതാണെന്ന്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർക്ക് കൃത്യമായ നിഗമനത്തിലെത്താൻ കഴിയില്ലെങ്കിലും വിശുദ്ധ മാർക്കോസ് 2-ാം അധ്യായം 14-ലും ലൂക്ക 5-ാം അധ്യായം 27-ലും പരാമർശിച്ചിരിക്കുന്ന ലേവി മത്തായി 9:9-ൽ മത്തായി എന്ന പേരിൽ പരാമർശിക്കുന്ന അതേ വ്യക്തിയാണെന്ന് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ലേവി എന്നായിരിക്കാം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. മത്തായി എന്നത് യേശുവിൻ്റെ പരിവർത്തനത്തിന് ശേഷം നൽകിയ പേരായിരിക്കും. മത്തായി എന്ന പേരിൻ്റെ അർത്ഥം യഹോവയുടെ ദാനം എന്നാണ്. യേശുവിനെ അനുഗമിക്കാനുള്ള ലേവിയുടെ ആഹ്വാനം ഹ്രസ്വവും എന്നാൽ അഗാധവുമായിരുന്നു. റോമൻ അധികാരികൾക്ക് നികുതി പിരിക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് തൻ്റെ ലേവ്യ പൈതൃകത്തെ ഒറ്റിക്കൊടുക്കാനുള്ള തീരുമാനത്താൽ അദ്ദേഹം വ്യക്തമായി ഭാരപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അവൻ അഴിമതിക്കാരനും അത്യാഗ്രഹിയും തൻ്റെ യഹൂദ സമൂഹത്താൽ ബഹിഷ്കരിക്കപ്പെട്ടവനുമായിരിക്കാം. മിക്കവാറും യേശു പത്രോസിൻ്റെ വീട്ടിൽ താമസിച്ചിരുന്ന കഫർനാമിലാണ് അവൻ്റെ നികുതി പിരിവ് നടന്നത്. ഗലീലി കടൽ വഴി കഫർനാമിൽ എത്തിയ സാധനങ്ങൾക്ക് നികുതി പിരിക്കലും വഞ്ചിയിൽ ആ നഗരത്തിൽ എത്തിയവരിൽ നിന്ന് നികുതി പിരിക്കലും അവൻ്റെ ചുമതലകളിൽ ഉൾപ്പെട്ടിരുന്നു. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ പലരും ശ്രദ്ധിച്ചു. യേശു വിളിക്കപ്പെടുന്നതിന് മുമ്പ് മത്തായി പ്രസംഗിച്ചത് കേട്ടതായി ബൈബിളിൽ വിവരിക്കുന്നില്ലെങ്കിലും അവൻ നമ്മുടെ കർത്താവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് കരുതുന്നത് ന്യായമാണ്. ഒരു പക്ഷേ കഫർനാമിൽ അദ്ദേഹം പ്രസംഗിക്കുന്നത് പോലും ശ്രദ്ധിച്ചു. മത്തായിയുടെ സുവിശേഷം നികുതി പിരിവുകാരൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് ഇങ്ങനെ വിവരിക്കുന്നു. യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ നികുതി പിരിക്കുന്നത് അവൻ കണ്ടു. അവൻ അവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. മത്തായി 9-ാം അധ്യായം 9-ാം വാക്യം. ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഒരു നിമിഷം കൊണ്ട് നികുതി പിരിവുകാരൻ്റെ ജീവിതം മാറി മറിഞ്ഞു. മത്തായി തൻ്റെ തൊഴിൽ ഉപേക്ഷിച്ച ഉടനെ അവൻ യേശുവിനെ തൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുകയും യേശു സ്വീകരിക്കുകയും ചെയ്തു. അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് മറ്റ് നികുതി പിരിവുകാരും പാപികളുമായിരുന്നു. തൽഫലമായി ഈ മനുഷ്യരുമായി സ്വയം സഹവസിച്ചതിന് സ്വയനീതിക്കാരായ ഫരിസേയർ യേശുവിനെ പെട്ടെന്ന് കുറ്റം വിധിച്ചു. എന്നിരുന്നാലും യേശു ഫരിസേയന്മാരെ ശാസിച്ചു.
ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കത്രേ വൈദ്യന് കൊണ്ട് ആവശ്യം. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന വാക്കുകളുടെ അർത്ഥം പോയി പഠിക്കൂ. നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. മത്തായി 9:12-13 വാക്യങ്ങൾ. യേശുവിൻ്റെ ആഹ്വാനവും മത്തായിയുടെ പ്രതികരണവും കർക്കശക്കാരായ യഹൂദ അധികാരികളെ ഞെട്ടിച്ചു. ന്യായവിധി നടത്താനും അപലപിക്കാനും അവർ ശീലിച്ചു. കരുണയുടെ ഹൃദയങ്ങളില്ലാത്ത രാഷ്ട്രീയ ചിന്താഗതിക്കാരായ അധികാരമോഹികളായിരുന്നു അവർ. യേശു വന്ന് പാപികളോട് കരുണ കാണിക്കുകയും അവരുടെ പരിവർത്തനം ആഗ്രഹിച്ച് പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ഫരിസേയർ അവനെ എതിർത്തു. പക്ഷേ പാപികൾ പ്രതികരിച്ചു. മത്തായിയെപ്പോലുള്ള നികുതി പിരിവുകാർ സമ്പന്നരും സുഖമായി ജീവിച്ചിരിക്കുന്നവരുമാണെങ്കിലും തൻ്റെ പണത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ചിലത് മത്തായി യേശുവിൽ കണ്ടെത്തി. ബാക്കിയുള്ള സുവിശേഷങ്ങളിലുടനീളം 12 മത്തായിയുടെ പേര് പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗാരോഹണ വേളയിലും പെന്തക്കൊസ്തയിലും അദ്ദേഹം സന്നിഹിതനായിരുന്നു. സുവിശേഷം പ്രസംഗിക്കുകയും പുതുതായി രൂപീകൃതമായ സഭയെ സഹായിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം യഹൂദിയയിൽ കുറച്ചു കാലം തുടർന്നുവെന്ന് ആദ്യകാല സഭാപിതാക്കന്മാർ പറയുന്നു. ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹം തൻ്റെ സുവിശേഷം എഴുതിയത്. മത്തായി ഒടുവിൽ എത്യോപ്യയിലേക്ക് പോയി. എന്നാൽ വടക്കു കിഴക്കൻ ആഫ്രിക്കയിലെ എത്യോപ്യയിലേക്കല്ല പോയതെന്നും സഭാപിതാക്കന്മാർ സാധാരണയായി വിശ്വസിക്കുന്നു. പകരം കാസ്പിയൻ കടലിൻ്റെ തെക്ക് ഭാഗത്തേക്കോ ആധുനിക ഇറാനിലേക്കോ അർമേനിയയിലേക്കോ അദ്ദേഹം യാത്ര ചെയ്തിരിക്കാം. പുരാതന എത്യോപ്യയുടെ പ്രദേശമായിരുന്നപ്പോൾ മത്തായി അനേകം മതപരിവർത്തനം നടത്തിയതായി ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. അവരിൽ ഈജിപ്ത് രാജാവും അദ്ദേഹത്തിൻ്റെ മകൾ എഫിജീനിയ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ മുഴുവൻ കുടുംബവും ഉണ്ടായിരുന്നു. മത്തായി എഫിജീനിയ രാജകുമാരിയെ കന്യകയായി സമർപ്പിക്കുകയും ക്രിസ്തുവിന് മാത്രം ജീവിത പങ്കാളികളായി ജീവിതം സമർപ്പിച്ച കന്യകമാരുടെ ഒരു പുതുതായി രൂപീകരിച്ച ഒരു കമ്പനിയുടെ മേൽനോട്ടം വഹിക്കുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നു. ഈജിപ്ത് രാജാവ് മരിച്ചപ്പോൾ ഹെറാക്കസ് അദ്ദേഹത്തിന് പകരമായി രാജാവായി എഫിജീനിയയെ ഭാര്യയായി സ്വീകരിക്കാൻ ആഗ്രഹിച്ചു. മത്തായിയോട് ഈ അഭ്യർത്ഥന നടത്തിയ ശേഷം മത്തായി പുതിയ രാജാവിന് വിവാഹ ഉപദേശം ലഭിക്കാൻ പള്ളിയിലേക്ക് ക്ഷണിച്ചു. രാജാവ് ആഡംബരത്തോടെയും സാഹചര്യത്തിലും എത്തിക്കഴിഞ്ഞാൽ കന്യകയായ എഫിജീനിയയ്ക്ക് അവളുടെ കർത്താവായ യേശുക്രിസ്തു ഒരു ഇണയുണ്ടെന്നും അതിനാൽ അവൾക്ക് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ കഴിയില്ലെന്നും മത്തായി വ്യക്തമായി പ്രസംഗിച്ചു. പ്രകോപിതനായ ഹെറാക്കസ് രാജാവ് ഒരു കൊലയാളിയെ അയച്ചു. അവൻ അൾത്താരയിൽ നിൽക്കുമ്പോൾ മത്തായിയെ പുറകിൽ നിന്ന് കുത്തി കൊലപ്പെടുത്തി. എഫിജീനിയയുടെ വീട് കത്തിക്കാൻ രാജാവ് ഉത്തരവിട്ടു. എന്നാൽ ഐതിഹ്യം തുടരുന്നത് വിശുദ്ധ മത്തായിയുടെ വീട്ടിൽ പ്രത്യക്ഷപ്പെട്ട് തീ രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു വിടുകയും അത് കത്തി നശിക്കുകയും ചെയ്തു. താമസിയാതെ രാജാവ് കുഷ്ഠരോഗം പിടിപെട്ട് സ്വയം കൊലപ്പെടുകയും മകന് പിശാചുബാധയേറ്റുവെങ്കിലും പിന്നീട് വിശുദ്ധ മത്തായിയുടെ ശവകുടീരത്തിൽ അനുദപിക്കുകയും ചെയ്തു. അതിനുശേഷം ഹെറാക്കസ് രാജാവിൻ്റെ സഹോദരൻ രാജാവാകുകയും ക്രിസ്തുമതം തൻ്റെ രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി സ്ഥാപിക്കുകയും ചെയ്തു. വിശുദ്ധ മത്തായി അവശേഷിപ്പിച്ച ഏറ്റവും ശാശ്വതമായ സമ്മാനം അദ്ദേഹത്തിൻ്റെ സുവിശേഷമാണ്. ചില ആധുനിക പണ്ഡിതന്മാർ അദ്ദേഹമാണോ യഥാർത്ഥ രചയിതാവ് എന്ന് സംശയിക്കുന്നുണ്ടെങ്കിലും ആദ്യകാല സഭാപിതാക്കന്മാർ ആദ്യ സുവിശേഷം അദ്ദേഹത്തിനാണെന്ന് സംശയാസ്പദമായി പറയുന്നു. മത്തായിയുടെ സുവിശേഷം ഒരു യഹൂദൻ തൻ്റെ സഹയഹൂദന്മാർക്ക് വേണ്ടി എഴുതിയതാണ്. ഇത് മിക്കവാറും ഹിബ്രുവിലും അരാമിക് ഭാഷയിലും എഴുതപ്പെടുകയും പിന്നീട് ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്തു. യഥാർത്ഥ ഹെബ്രായ അരാമിക് ഗ്രന്ഥങ്ങൾ ഇപ്പോൾ നിലവിലില്ല. ദീർഘകാലമായി കാത്തിരുന്ന മിശിഹ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമെന്നുമാണ് യേശുവെന്ന് അദ്ദേഹത്തിൻ്റെ സുവിശേഷം വ്യക്തമായി കാണിക്കുന്നു. യഹൂദ ജനതയുടെ പിതാവായ അബ്രാഹിമിലേക്ക് യേശുവിൻ്റെ വേരുകൾ കണ്ടെത്തുന്ന ഒരു നീണ്ട വംശാവലിയിൽ നിന്നാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം നന്നായി ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്നു.
അതിൽ അദ്ദേഹം സ്വർഗരാജ്യം, പത്രോസിനെ കുറിച്ചുള്ള സഭയുടെ അടിസ്ഥാനം, നീതിയിലേക്കും ദൈവഹിതത്തിലേക്കുള്ള അനുസരണത്തിലേക്കുമുള്ള ആഹ്വാനം, അതുല്യമായ ഉപമകൾ, ഗിരിപ്രഭാഷണം എന്നിവ അവതരിപ്പിക്കുന്ന 5 പ്രധാന പ്രഭാഷണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. പുതിയ പർവ്വതത്തിൽ പുതിയ നിയമം നൽകിക്കൊണ്ട് ഗിരിപ്രഭാഷണം യേശുവിനെ പുതിയ മോശയായി ചിത്രീകരിക്കുന്നു. മോശയ്ക്ക് സീനായി പർവ്വതത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് നിയമം ലഭിച്ചുവെങ്കിലും യേശു പുതിയ നിയമം ദൈവം തന്നെയായി നൽകുന്നത് ബെറ്റിറ്റ്യൂസ് പർവ്വതത്തിലാണ്. വിശുദ്ധ മത്തായിയെ നാം ആദരിക്കുമ്പോൾ നാം സുവിശേഷവും ആഘോഷിക്കുന്നു. മത്തായി ഒരു മനുഷ്യോപകരണം മാത്രമായിരുന്നു. അവൻ്റെ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ്. എണ്ണമറ്റ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിച്ച ഈ സുവിശേഷത്തിൻ്റെ വിലമതിക്കാനാകാത്ത മൂല്യത്തെക്കുറിച്ച് ചിന്തിക്കുക. ദൈവഹിതത്തോടുള്ള ലളിതമായ അനുസരണത്താൽ വിശുദ്ധ മത്തായിയുടെ ശ്രമങ്ങൾ ഗണ്യമായി ഫലവത്താക്കുകയും യുഗാന്ത്യം വരെ അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും.